എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ എൻ്റെ സ്നേഹവന്ദനം. I greet you all in the name of Lord and Savior Jesus Christ. Once again, it is really a privilege and a joy to be with you all. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യവും സന്തോഷവുമുള്ള കാര്യമാണ്. We are here as actually a family. You can see only two. ഞങ്ങളെ രണ്ടുപേരെ കാണത്തുള്ളെങ്കിലും all of us are here. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. And it's really a wonderful time to be with you all, praising and worshiping the Lord. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും ഉള്ളതായ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. 1 year ago, we never thought of this kind of situation around the world. Not only worship service, the entire thing around the world. We never expected this kind of shift. ഒരു വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. And the entire, we see a paradigm shift itself in the lifestyle and including the worship service. ജീവിത രീതികളിലും ആരാധനയിലും വളരെ വ്യത്യസ്തമായ ഒരു വളരെ പുതിയ ഒരു തലത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. And someone recently posted me a poster, may the words of my mouth and the meditation of my heart may not be interrupted by the internet connection. എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും ഇന്റർനെറ്റിന്റെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ റീസെന്റ് പറഞ്ഞു. ബ്രദർ ജോൺ പറ്റുവാണെങ്കിൽ മലയാളത്തിൽ ഒന്ന് പറഞ്ഞാന്നല്ല. ബ്രദർ ജോൺ മലയാളത്തിൽ വാക്കുകളും എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരിക്കലും ഈ ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ട് ബ്രേക്ക് ആയി പോകാതെ എല്ലാം മെസ്സേജ് പറയാൻ ദൈവം സഹായിക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ഓക്കെ, താങ്ക് യു. For today's sermon, God gave me to preach from John chapter 17. ഇന്ന് പ്രസംഗിക്കുവാനായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ദൈവം എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത്. And I got a guidance to preach from this passage. ദൈവം എനിക്ക് അതിനായിട്ട് ഒരു പ്രേരണ നൽകിയിരിക്കുകയാണ്. And I don't know whether I preached from this passage earlier, but this is one of the most important, crucial prayer of Jesus. ഞാൻ ഇതിനു മുൻപ് ഇതിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായ യേശുവിന്റെ പ്രാർത്ഥന ഉള്ളതായ ഒരു ഭാഗമാണ്. And there is a big difference between our prayer and the prayer of Jesus. നമ്മുടെ പ്രാർത്ഥനയും യേശുവിന്റെ പ്രാർത്ഥനയും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. For Jesus, prayer was the central of his life. യേശുവിന് തന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ആയിരുന്നത് പ്രാർത്ഥനയായിരുന്നു. And that is what we see in the Gospel of Luke. I'm not going to preach from the Gospel of Luke, but that is what we see in the Gospel of Luke. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നതായ കാര്യം അതാണ്. ഞാൻ ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നല്ല പ്രസംഗിക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനമായി യേശുവിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നത് പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണാം. 3 persons, once a rabbi and an imam and a telephone repairer were standing together and they were discussing about the best posture for prayer. ഒരിക്കൽ ഒരു ഇമാമും ഒരു റബ്ബിയും ഒരു ടെലിഫോൺ റിപ്പയറും കൂടെ ഒന്നിച്ച് നിൽക്കുകയായിരുന്നു. എങ്ങനെ ഇരുന്നാണ് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. The rabbi said the best position to prayer is standing on the feet and stretching the hands to heaven. യഹൂദനായ റബ്ബി പറഞ്ഞു, ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു. At the same time, the Muslim imam said, no, we have to kneel down on the floor with my hand outstretched. That is the best position for prayer. അതേസമയം ഇസ്ലാമികനായ ഇമാം പറഞ്ഞു, അതല്ല, ഇരുന്നു കൊണ്ട് തറയിൽ മുട്ടുകുത്തി കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലതായ പൊസിഷൻ എന്ന് പറഞ്ഞു. At the same time, then the telephone repairman overheard all these things, said, no, this is not the best prayer I ever prayed. You both are wrong. ടെലിഫോൺ റിപ്പയർ ചെയ്യുന്നതായ മനുഷ്യൻ പറഞ്ഞു, ഇതല്ല, ഇത് രണ്ടുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രീതിയിലാണ് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. I do my best prayer when I am hanging on upside down on a telephone pole.
ടെലിഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു പോസ്റ്റിൽ കയറിയിട്ട് തലകീഴായി കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. Because at that time it was emergency for him to pray. വളരെ അത്യാഹിതമായ ഒരു സാഹചര്യമാണത്. ഏറ്റവും നന്നായിട്ട് അന്നേരമാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. And quite often human beings are like that. At the time of their emergency only we used to pray. പലപ്പോഴും മനുഷ്യർ പ്രകാരമാണ് തങ്ങളുടെ വളരെ അത്യാസന്ന സമയങ്ങളിൽ മാത്രമാണ് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്നത്. Or they spend time with the Lord at the time when there is a crisis. ഒരു പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് പലപ്പോഴും പലരും നന്നായി പ്രാർത്ഥിക്കുന്നത്. And rest of the time they are not bothered about their relationship with God. Okay. മറ്റു പലപ്പോഴും വളരെ ലൈറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുവാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. Luke has the most number of prayer of Jesus. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതലായി യേശു പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. From chapter 3 onwards we see that Jesus every now and then Jesus is praying. മൂന്നാം അധ്യായം മുതൽ നമുക്ക് കാണാം യേശു എപ്പോഴും പ്രാർത്ഥിക്കുന്നതായി, വളരെ ഇടവിട്ട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. At the time of baptism, just after the baptism, to receive the Holy Spirit, he prayed. തന്റെ സ്നാനത്തിന് ശേഷം സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ യേശു പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. That's in Luke chapter 3 verse 20. അത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ്. And in chapter 4 when Jesus had temptation for 40 days, he was praying. 4-ാം അധ്യായത്തിൽ യേശു പരീക്ഷകൾ നേരിടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. And in chapter 15 when everyone tried to make him the king of Jews, a political king, he left all those places and went to wilderness and spent time in prayer. വീണ്ടും നമുക്ക് കാണാം തന്നെ ഒരു രാജാവായി വാഴിക്കുവാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ പിൻവാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നതായി യേശുവിനെ കുറിച്ച് നമുക്ക് കാണാം. That's in chapter 5 verse 16. അത് 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ്. And in chapter 6 when Jesus wanted to elect 12 disciples, he spent one night in prayer. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു തന്റെ 12 ശിഷ്യന്മാരെയും തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാം. And in chapter 11 when he was in crisis, he is taking 3 of his disciples and going to the mount and spend a night in prayer. പ്രതിസന്ധി നേരിടുന്നതായ സമയത്ത് തന്റെ 3 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പർവ്വതത്തിലേക്ക് കയറിപ്പോയി യേശു പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. That's in Luke chapter 9. അത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. In Luke chapter 11 again Jesus teaches the disciples to pray. 11-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം തന്റെ ശിഷ്യന്മാരെ യേശു പ്രാർത്ഥിക്കുവാനായി പഠിപ്പിക്കുന്നു. Even at the cross he starts with a prayer. തന്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിൽ പോലും യേശു പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. Father, forgive them for they do not know what they are doing. പിതാവേ, അവർ ചെയ്തത് ഇന്നതെന്ന് അറിയായക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. And he ended his life again in prayer. തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതും ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. Moreover, he is asking the disciples to wait in the city and spend time in prayer. തന്റെ മരണത്തിന് ശേഷവും ശിഷ്യന്മാർ പട്ടണത്തിൽ കാത്തിരുന്ന് തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. So the life of Jesus is filled with prayer. യേശുവിന്റെ ജീവിതം പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. He is a man of prayer. യേശു ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. And an absolute relationship with God. ഒരു പരിപൂർണമായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. But in Gospel of John we see the longest prayer. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും നീണ്ടതായ ഒരു പ്രാർത്ഥന കാണുവാൻ കഴിയുന്നത്. Chapter 17 is filled with the entire chapter 17 is Jesus. We see the prayer of Jesus. 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവനും യേശുവിന്റെ പ്രാർത്ഥനയാണ്. And there we see that Jesus is praying for his Jesus is basically praying for the disciples. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And there we see that Jesus is actually verse 1 to 8 Jesus is praying for himself. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു തനിക്കായി തന്നെ പ്രാർത്ഥിക്കുന്നു. Basically you can see two important things in chapter 7 in this session. 17-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
one to accomplish, he is praying to accomplish his mission. ഒന്ന് തന്റെ ദൗത്യം നിർവഹിക്കപ്പെടണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. And second thing, to return the glory of the Father. രണ്ടാമത്തെ കാര്യം മഹത്വം പിതാവിങ്കിലേക്ക് തിരികെ ചേർക്കപ്പെടണം എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. And verse 9 to 18, we see that he is praying for the disciples. 9-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. And basically that prayer is to protect them. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് യേശു അവിടെ പ്രാർത്ഥിക്കുന്നത്. He is praying to protect them from the world. യേശു തന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Second thing, he is praying for the unity among the believers, among the disciples. രണ്ടാമതായി അതേ രണ്ടാം ഭാഗത്ത് കാണുന്നത് തന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ വളരെ ഒരു ഐക്യം ഉണ്ടാകണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. And the third thing, he is to protect them from evil. മൂന്നാമത്തെ കാര്യം തന്റെ ശിഷ്യന്മാർക്കായി യേശു പ്രാർത്ഥിക്കുന്നത് എല്ലാ തിന്മകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്നാണ്. And verse 19 to 25, 19-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ he is not only praying for the disciples, he is praying for the future believers too. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും ചേർക്കപ്പെടുവാനുള്ള വിശ്വാസികൾ, ഇനിയും വിശ്വാസികളായി തീരുവാനുള്ളവർക്ക് വേണ്ടി കൂടെ യേശു പ്രാർത്ഥിക്കുന്നു. So first Jesus prayed for himself. ഒന്നാമതായി തനിക്ക് വേണ്ടി തന്നെ യേശു പ്രാർത്ഥിക്കുന്നു. Second, he is praying for the disciples. രണ്ടാമതായി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And not only to the disciples, he is praying for the entire church. അത് മാത്രമല്ല, മൂന്നാമതായി ലോകം മുഴുവനുമുള്ള സഭയ്ക്കായി യേശു പ്രാർത്ഥിക്കുന്നു. And John Stott gives a beautiful title for this chapter 17. ദൈവശാസ്ത്രജ്ഞനായ ജോൺ സ്റ്റോട്ട് ഈ ചാപ്റ്ററിന്, ഈ അധ്യായത്തിന് വളരെ മനോഹരമായ ഒരു ടൈറ്റിൽ ആണ് നൽകുന്നത്. He called it as the temple of prayer. പ്രാർത്ഥനയുടെ ആലയം. ജോൺ സ്റ്റോട്ട് ഇതിനെ വിളിച്ചത് ഒരു പ്രാർത്ഥനയുടെ ആലയം എന്നാണ്. Because this passage is actually the culmination which starts from chapter 13 onwards. 17-ാം അധ്യായം എന്ന് പറയുന്നത് 13-ാം അധ്യായം മുതൽ തുടങ്ങിയതായ ഒരു കാര്യത്തിന്റെ ഒരു പൂർത്തീകരണം ആണ്. From chapter 13, he is having a discourse, a discourse with the disciples. 13-ാം അധ്യായം മുതൽ നമുക്ക് കാണാം ശിഷ്യന്മാരുമായി ഒരു സംഭാഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. And one of the longest discourse of Jesus. യേശു തന്റെ ശിഷ്യന്മാരുമായി നടത്തുന്നതായ ഏറ്റവും നീണ്ടതായ ഒരു സംഭാഷണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. And chapter 13 and 14, John Stott called it as the outer court. 13-ഉം 14-ഉം അധ്യായങ്ങളെ പ്രാകാരം എന്നാണ് ജോൺ സ്റ്റോട്ട് വിളിക്കുന്നത്. So in the Old Testament temple has 3 parts. The first part is outer court. പഴയ നിയമത്തിൽ നമുക്ക് കാണാം ദേവാലയത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. The first part is actually the outer court. ഒന്നാം ഭാഗം പ്രാകാരമാണ്. And the next part is the inner court. രണ്ടാം ഭാഗം വിശുദ്ധ സ്ഥലം. And chapter 15 and 16, John Stott calls it as inner court. എന്നാൽ ജോൺ സ്റ്റോട്ട് 15-ഉം 16-ഉം അധ്യായങ്ങളെ അതിവിശുദ്ധ സ്ഥലമായി. But chapter 17, John Stott called it as the holy of the holies. എന്നാൽ 17-ാം അധ്യായത്തെ ജോൺ സ്റ്റോട്ട് ഇങ്ങനെയാണ് വിളിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലം. In chapter 13 and 14, he is dealing with a little bit in a general sense, where including Judas and all. 13-ഉം 14-ഉം അധ്യായങ്ങൾ ആദ്യ ഭാഗങ്ങളിൽ യൂദാസിനെ കുറിച്ചും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And he is spending time with them. ശിഷ്യന്മാരുമായി സമയം സ്പെൻഡ് ചെയ്യുന്നു. And from chapter 15 and 16, he is talking about abiding in him and the work of the Holy Spirit, Paraclete, the work of the Holy Spirit. 15-ാം അധ്യായം മുതൽ നമുക്ക് കാണാം ക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. So moving from outer court, Jesus is going into the inner court and the importance of Christian life and abiding in Jesus Christ. ഈ അധ്യായങ്ങളെ 13 മുതലുള്ള അധ്യായങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പോയി പിന്നീട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ഓർഡർ പ്രകാരമാണ് ഈ ചാപ്റ്റേഴ്സിനെ, ഈ അധ്യായങ്ങളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. And chapter 17 is actually holy of holies. 17-ാം അധ്യായം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം പോലെയാണ്. Because the triune God, in the triune God,
second person of the triune God is speaking to the first person in the triune in the Trinity. ത്രിത്വത്തിൽ ത്രിയേക ദൈവത്തിൽ രണ്ടാമനായിരിക്കുന്ന ദൈവം തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന ദൈവം തൃത്വത്തിൽ ഒന്നാമനായിരിക്കുന്ന ദൈവവുമായിട്ട് നടക്കുന്നതായ ഒരു അതിവിശുദ്ധമായ സംഭാഷണമാണ് നമ്മൾ 17-ാം അധ്യായത്തിൽ കാണുന്നത്. I think it's clear, right? Okay. So that is the reason why we can call it as the Holy of Holies. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തെ നമുക്ക് അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കാൻ കഴിയുന്നത്. Where the meeting of the triune God. അവിടെയാണ് ത്രിയേക ദൈവത്തിന്റെ ഒരു മീറ്റിംഗ് സന്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. Nowadays nobody is interested in speaking on triune God. All of a sudden if someone is telling about triune God, then all of a sudden everyone say that is philosophic and boring. ഈ കാലയളവിൽ ത്രിത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതെന്തോ ഒരു ഫിലോസഫിക് തത്വജ്ഞാനത്തെ കുറിച്ച് സംസാരിക്കുന്നു, അതുകൊണ്ട് താല്പര്യമില്ല എന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നത്. But please understand the core of the Bible is Trinity. പക്ഷെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വേദപുസ്തകത്തിന്റെ കേന്ദ്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് ത്രിത്വമാണ്. And the God we worship is actually a triune God. ത്രിയേക ദൈവത്തെ നാം ആരാധിക്കുന്നു. And that's so important. And here we see the meeting of the triune God in chapter 17. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ 17-ാം അധ്യായത്തിൽ ഈ ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. And the Son is speaking to the Father. പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു. And chapter 17 it starts with telling that after Jesus had spoken this word, he looked up to heaven and said, Father. 17-ാം അധ്യായം ഇപ്രകാരം തുടങ്ങുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. And he is telling till chapter 16 he never said that the hour has come. 16-ാം അധ്യായം വരെ യേശു പറഞ്ഞില്ല, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. But in chapter 17 17-ാം അധ്യായം നാഴിക വന്നു. But in chapter 17 we can see that Jesus is telling the hour has come. Till then അതുവരെ യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നാഴിക വന്നിരിക്കുന്നു എന്ന്. Until then Jesus did not tell that the hour has come. പക്ഷേ 17-ാം അധ്യായം മുതലാണ് നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു പറയുന്നു. From chapter 17 onwards we can see that Jesus is very clearly saying the hour has come. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകുന്നത്. കുറെ പ്രായോഗികമായിട്ട് യേശു പറഞ്ഞ കാര്യങ്ങളെ നമ്മളുടെ പ്രായോഗിക ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാനാണ് എനിക്ക് കർത്താവിൽ ഒരു പ്രേരണയുള്ളത്. I am guided to say a few practical things in relation to this. യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. Father has entrusted a few things to Jesus. ചിലത് യേശു പൂർത്തീകരിക്കുവാൻ ഇടയായി തീർന്നു. Some of them Jesus fulfilled. ചില കാര്യങ്ങൾ യേശു തിരികെ പിതാവിന് കൊടുക്കുന്നു. Jesus is returning a few things to Father. ചില കാര്യങ്ങൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. And a few things Jesus is giving to his disciples. So he returned, he gave, he finished. തിരികെ കൊടുത്തു, മടക്കി കൊടുത്തു, പൂർത്തീകരിച്ചു. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പിതാവിന്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക മാത്രമല്ല ചില കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു, പൂർത്തീകരിക്കുവാൻ ഇടയായി തീർന്നു. Jesus is returning a few things, Jesus is giving a few things to the disciples and he is completing a few things. ഇവിടെ യേശു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. I would like to focus on a few things that Jesus gave to his disciples. ഒന്നാമത് 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. The first thing we can see in chapter 17 verse 2. എനിക്ക് തന്നിരിക്കുന്ന, ഇവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, നീ എനിക്ക് നൽകിയിരിക്കുന്നവരെല്ലാവരും നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിനു മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. Chapter 17 verse 2, since you have given him authority over all people to give eternal life to all whom you have given him. നേരം ഒന്ന്, പിതാവായ ദൈവം ഒരു അധികാരം പുത്രന് കൊടുത്തിരിക്കുകയാണ്. Father has given an authority to the Son. ഈ അധികാരം
This authority, പുത്രനായ ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. Jesus is giving to his disciples. ഇവിടെ I hope you can follow me, right? കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, ലോകത്തിന്റെ അധികാരവും ദൈവം കൊടുക്കുന്നതായ അധികാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. There is a difference between the authority that is given by the world and the authority that is given by God. ലോകത്തിന്റെ അധികാരമെല്ലാം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതാണ് ലോകത്തിന്റെ അധികാരം. Often we can see the worldly authorities are often captured from others. Grabbing from others, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കുന്നതാണ് അധികാരം. അങ്ങനെ ലോകത്തിന്റെ അധികാരം. പക്ഷേ ദൈവം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് ദൈവം തന്നതാണ്, നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. But the authority that is given from God is God given, not that something that we acquire. ഇനി രണ്ടാമത് ലോകം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് ഒപ്രസീവ് ആണ്, അല്ലെങ്കിൽ അത് അടിച്ചമർത്തുന്നതാണ്, മറ്റുള്ളവന്റെ മുകളിൽ കയറിയിരിക്കുവാനുള്ളതാണ്. പക്ഷേ ദൈവം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തരുന്നതാണ്. The authority that is given by the world is, or taken by the world, is often oppressive, but the authority from God is one that gives freedom to others. പിന്നെ മൂന്നാമത് ഒരു ബോസി നേച്ചർ, ഓൾമോസ്റ്റ് സെയിം ആണ് ഞാൻ പറഞ്ഞു, ഒരു ബോസി നേച്ചർ ആണ് വേൾഡ്ലി അധികാരം എന്ന് പറയുന്നത്. ഞാനാണ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്രോച്ച് ആണ്. പക്ഷെ ദൈവം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് ഒരു സെർവൻ ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ദാസ്യ മനോഭാവത്തിലുള്ള അധികാരമാണ്. The worldly authority is often oppressive and dominating, whereas we can see that the authority that is given by God is one of servanthood. ഇനിയും ലോകം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് തന്നെത്താൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും, മറ്റാർക്കും പങ്കുവെക്കത്തില്ല. പക്ഷെ ദൈവം തരുന്നതായ അധികാരം എന്ന് പറയുന്നത് പങ്കുവെക്കുവാൻ വേണ്ടി തന്നതായ അധികാരമാണ്. The worldly authority is often keeping to oneself, but the authority that is given by God is to share with others. ലോകത്തിന്റെ അധികാരം മരണത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവം തരുന്നതായ അധികാരം നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. Often the worldly authority is leading to death, whereas the authority that is given from God is leading to eternal life. That is what we see. 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ അതാണ് 3-ാം വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. We can see that in chapter 17 verse 3. എന്തിനാണ് ഈ അധികാരം ദൈവം തന്നിരിക്കുന്നത്? Why are we given this authority from God? നിന്നെ അറിയുന്നതിനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും തന്നെ. To know God and to receive eternal life. ദൈവത്തിന്റെ നിത്യജീവൻ ജീവൻ തരുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്. The authority is given to have life. മറ്റുള്ളവരിലേക്ക് ജീവൻ പകർന്നു കൊടുക്കുന്നതാണ് ദൈവം തരുന്നതായ അധികാരം. The godly authority is to give life and to share life to others. വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ വേണ്ടിയാണ്. Not a simple life but a prosperous life. ഒന്നാമത് ദൈവം ഇവിടെ യേശുക്രിസ്തുവിന് കിട്ടിയിരിക്കുന്നത് വാട്ട് ഗോഡ് ഗേവ് ഈസ് അതോറിറ്റി. അതാണ് ഒന്ന് ദൈവം യേശുക്രിസ്തു ഇവിടെ കിട്ടിയിരിക്കുന്നത്. Father has given authority to Jesus. നമ്മൾ കാണുന്നത് 4-ാം വാക്യത്തിലാണ്. 17 verse 4 we can see that God has given, Father has given the works into the hands of Jesus. കർത്താവ് യേശുവിടെ പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്നതായ വേല ഞാൻ തികച്ചിരിക്കുന്നു. Verse 4 we can see, I glorified you on earth by finishing the work that you gave me to do. തനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറെ കാര്യങ്ങളല്ല യേശു ചെയ്യുന്നത്. Jesus is not doing something that he likes. നമ്മൾക്കെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. We all love to do the things that we like. എന്തെങ്കിലും ചെയ്ത് തീർക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has not called us to do something and whatever we can. നമ്മളെ കൊല്ലത്ത് ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഒരു ദൗത്യം ചെയ്ത് തീർക്കാനുണ്ടെന്ന് മനസ്സിലാക്കണം. We need to understand that wherever we are placed, if you are in Kollam, you are given a very special plan from God. ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാനിനകത്ത് നമ്മൾക്കൊരു ചെറിയ റോളായിരിക്കാം, പക്ഷെ
അത് പൂർത്തീകരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has a master plan. Maybe we have a very small part in it, but still we have to fulfill that. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു ചെറിയ ലൈഫാണ്, നമുക്ക് അധിക നാളൊന്നും നമുക്കില്ല, ഒരു ചെറിയ ലൈഫേ നമ്മൾക്കുള്ളൂ. We need to consider that we have a very small life. നമ്മൾക്ക് ആ സമയത്തിനുള്ളില് ദൈവം ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്ത് തീർക്കുന്നവരായിരിക്കും. Within that limited time, we need to finish and fulfill the mission that God has given us. നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. We are not to imitate others. We are not called for that. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ആഗ്രഹമായിരുന്നു ബില്ലി ഗ്രഹാം ടൂട്ടൊക്കെ വലിയ വലിയ പ്രീച്ചർ ആകാന്. In my younger age, I wanted to be like Billy Graham. പക്ഷെ പിന്നാണ് മനസ്സിലാകുന്നത് ദൈവം എന്നെ ബില്ലി ഗ്രഹാം ആകാനല്ല വിളിച്ചിരിക്കുന്നത്, ദൈവം ഞാൻ ജോൺ അലക്സ് ആയിട്ട് തന്നെ ഇരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. But later I understood that I have to be John Alex, not like somebody else. എന്നെ ഒരു ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, എനിക്കൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പൂർത്തീകരിക്കേണ്ടത്. I am not called to imitate somebody else. I am called to be me, to fulfill my unique call. അത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുക. It may be small things, it doesn't matter, but God has asked us, called us to fulfill those small things. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും അവിടെ പറയുന്നുണ്ട്. We can understand when we fulfill that, what can happen. That is explained there in chapter 17. ദൈവത്തിന്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ, when we finish the works of God, നമ്മൾ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുവാനിടയായി തീർന്നു. we glorify God. അവിടെ അങ്ങനെയാണ്, ആ 4-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. It is written so in verse 4, I glorified you on earth by finishing the work that you gave me to do. How can we glorify God? എങ്ങനെ ദൈവത്തെ മഹത്വീകരിക്കാൻ പറ്റും? How can we glorify God? ദൈവത്തെ മഹത്വീകരിക്കാൻ പറ്റുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിലൂടെയാണ് ദൈവത്തെ മഹത്വീകരിക്കാൻ പറ്റുന്നത്. We are able to glorify God when we finish the work that is given to us from God. മൂന്നാമത് നമ്മൾ കാണാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം, third thing that God has entrusted us is verse 6, 6-ാമത്തെ വാക്യം, 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്സ്. ദൈവത്തിന് മൂന്നാമത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, യേശുക്രിസ്തുവിന് മൂന്നാമത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുക. God has entrusted human beings. Third thing that is entrusted upon Jesus is the human beings. അത് നിന്റേതാണ്. Jesus is telling Father, സഭ ദൈവത്തിൻ്റെതാണ്. The church is the Lord's. ചർച്ചിലകത്തുള്ള ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെതാണ്. Each believer belongs to the Lord. അതിനകത്തെ എൽഡേഴ്സിനെ ഫോർ സർട്ടൻ പീരീഡ് ഒന്ന് മെന്റർ ചെയ്യാനും അതിനെ മോൾഡ് ചെയ്യാനും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. The mentors, the leaders are given with these each believers to mold and to mentor. ഇതിന്റെ എല്ലാം ഉടയവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. But the honor is Lord Jesus. നമ്മളല്ല അതിന്റെ ഓണർ ദൈവമാണ്. Human beings are not the owners, but God is the owner. പക്ഷെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരെ ദൈവികമായി വളർത്തുവാൻ വേണ്ടി. Believers are entrusted into the hands of leaders, elders, to make them grow in the Lord. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് അവരെ, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി. They are given into our hands to mature them in Christ. എന്തിനാണ് അങ്ങനെ തന്നിരിക്കുന്നത്? Why is it given so? അങ്ങനെ തന്നിരിക്കുന്നത് ഏത് രീതിയിലാണ് അവരെ ഒരു ക്രിസ്തു എന്ന മെച്യൂരിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ പറ്റുന്നത്? How can, in giving the people into the hands of the leaders and mentors, how can they be brought to certain level of maturity? അവിടെ വളരെ വ്യക്തമായ 8-ാം വാക്യത്തിൽ അതിന് ഉത്തരമായിട്ട് തന്നെ കർത്താവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. The answer is given in verse 8 of chapter 17. അവിടെ എഴുതിയിരിക്കുകയാണ്, അതാണ് അടുത്ത കാര്യം പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, നീ എനിക്ക് തന്ന വചനം.
Verse 8 tells, "For the words that you gave to me, I have given to them, and they have received them, and know in truth that I came from you, and they have believed that you sent me." ഒന്ന്, ദൈവം തന്നതായ അധികാരം. First is the God-given authority. രണ്ട്, ദൈവം തന്നതായ വേല. The second is God-given work. മൂന്ന്, ദൈവം തന്നതായ ദൈവം ഏൽപ്പിച്ചു തന്നതായിരിക്കുന്ന ജനം. Third, the people whom God has entrusted you. ഇനി അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായ വചനം. Fourth thing is the word that God has entrusted upon you. ഈ വചനം കൊടുക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. The word is given to you that you may give. ഈ വചനം നമ്മൾ കൊടുക്കുമ്പോൾ രണ്ട് ഫങ്ഷൻസ്, രണ്ട് കാര്യങ്ങൾ ഈ വചനം വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. When the word is given, two things take place in the hearts of believers. ഒന്ന്, ലോകത്തെ പകയ്ക്കുവാൻ ഇടയായിത്തീരും. When the word is given, they are enabled to hate the world. അടുത്ത വാക്യത്തിൽ, ഒൻപതാം വാക്യത്തിൽ അത് ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. In verse 9 we can see that I am asking on their behalf. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകെ കൊണ്ട് അവർക്ക് വേണ്ടി അത്രേ അപേക്ഷിക്കുന്നത്. Verse 9 again continuing, I am not asking on behalf of the world, but on behalf of those whom you gave me, because they are yours. അന്നേരം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ലോകം ഇവരെ പകയ്ക്കുന്നു. ലോകം ഇവരെ പകയ്ക്കുവാനുള്ള കാര്യം ഇവർ വചനത്തെ അനുസരിക്കുവാനും വചനത്തിന് വിധേയപ്പെടുവാനും തയ്യാറായെന്നുള്ളതാണ്. Why does the world hate the people? Why? Because they are obeying the word. ദൈവവചനം നമ്മെ ലോകത്തിൽ നിന്ന് അകറ്റും. The word of God takes us out of the world. ജോൺ വെസ്ലിക്ക് തന്റെ അമ്മ ഒരു ബൈബിൾ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. Mother of John Wesley gave John Wesley a Bible and said, ഒന്നെങ്കിൽ ഈ ബൈബിള് നിന്നെ ലോകത്തിൽ നിന്ന് അകറ്റും, either this word of God will take you away from the world, അല്ലെങ്കിൽ ലോകം നിന്നെ ഈ ബൈബിളിൽ നിന്ന് അകറ്റും. Otherwise the world may take you away from this Bible. നമുക്ക് ഇത് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. We cannot compromise on this. രണ്ട് സൈഡിൽ ഒന്നേ നമുക്കാകാൻ പറ്റത്തുള്ളൂ. We can be either on one side. We cannot be on two sides. ദൈവവചനവും ലോകവും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. We cannot take the world and the word together. കാര്യം നമ്മൾ വചനത്തിലേക്ക് വരുമ്പോഴും വചനത്തിന് അബൈഡ് ചെയ്യുവാനും വചനത്തിൽ വസിക്കുവാനും നമ്മൾ തുടങ്ങുമ്പോൾ ലോകം നമ്മളെ പകയ്ക്കും. When we begin to read the word, when we begin to abide by the word, the world will hate us. നമ്മൾ എത്രത്തോളം വചനത്തോട് അടുക്കാൻ തുടങ്ങുന്നു അത്രത്തോളം ലോകം നമ്മളെ പകച്ചുകൊണ്ടേയിരിക്കും. As we are getting close to the word of God, the world will continue to hate us. നമ്മൾ എത്രത്തോളം അബൈഡ് ചെയ്യാൻ തുടങ്ങുന്നു, എത്രത്തോളം വചനത്തിൽ വസിക്കുവാൻ തുടങ്ങുന്നു, അതനുസരിച്ച് ലോകം നമ്മളെ പകയ്ക്കുവാൻ തുടങ്ങും. As much as we abide by the word of God, that much the world will hate us. ഒന്നാമത് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോകം നമ്മെ പകയ്ക്കുവാൻ ഇടയായി തീരും. First thing is that the world may hate us. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുവാൻ ഇടയായി തീരും. The second thing is, by this word we will be purified. നാം ലോകത്തെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. 17-ാം അധ്യായത്തിന്റെ 15. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, അവർ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവരെ സംരക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. Chapter 17, 15, 16 we can see that they do not belong to the world. 15, verse 15. Verse 15 you can see that I'm not asking you to take them out of the world, but I ask you to protect them from the evil one. ലോകത്തിൽ നിന്ന് നമ്മളെ എടുത്തിട്ട് വേറൊരു സ്ഥലത്തിരുന്നല്ല നമ്മളെ ശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ തന്നെ അനുദിന ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നതിൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഇടയായി. It's not that we have to get out of the world and then be purified. We have to be in the world and then go through the process of purification. രണ്ട് രീതിയിലുള്ള പാപങ്ങളാണ് നമ്മളിലേക്ക് വരുവാൻ സാധ്യതയുള്ളത്. There are two kinds of sin which are possible to come to us. ഒന്ന് കറ, one is stain. രണ്ടാമത് ചുളുക്കം. The other is wrinkles.
കറയെന്ന് പറയുന്നത് പുറത്തു നിന്ന് പറ്റുന്നതാണ്. Stain comes on us from outside. ചുളുക്കമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ തൊലിയുടെ ഒക്കെ ചുളുക്കം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. Just as our skins are wrinkled, it happens there in the skin. It's from us. അന്നേരം ഈ രണ്ട് തരത്തിലുള്ളതിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. Jesus is praying here that from both of these, stain and wrinkles, that we will be purified. പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഉടനെ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. When Jesus is praying, there is one thing which is very careful to be noted. Protect them, ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. Protect them from evil എന്നല്ല എഴുതിയിരിക്കുന്നത്. Protect them from evil one. ദുഷ്ടനെ, verse 15, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. It is written in verse 15, but I ask you to protect them from evil one. Not just evil, ഇവിടെ എന്നെ ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്, ബ്രാക്കറ്റിൽ ഇറങ്ങി. ഈവിൾ, ദുഷ്ടന്റെ കയ്യിൽ, ഒരു പ്രോപ്പർ നൗണിലാണ് വന്നത്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. It is not a concept evil, but a person evil. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം പേഴ്സണലായിട്ട് തന്നെ പല സിന്നുകൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. It is highly possible that the sin, very personal sins, can come to us to take us away from God. ദൈവവചനം എന്തിനാ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മെ ലോകത്തെ പകയ്ക്കുവാനും നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയ്ക്കായിട്ടാണ് ഈ ദൈവവചനം തന്നിരിക്കുന്നത്. That is why the word of God is given, to hate this world and to purify us. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇനി അടുത്തത് ദൈവം തന്നിരിക്കുന്നത് പറയുന്നത് 22-ാം വാക്യത്തിലാണ്. The next thing that God has given is mentioned in verse 20. നീ എനിക്ക് തന്നിരിക്കുന്നതായ മഹത്വം, the glory that you have given me, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. Let me read verse 20. I ask not only on behalf of these, but also on behalf of those who will believe in me through their word. Verse 22. Verse 22. The glory that you have given me, I have given them, so that they may be one as we are one. The glory that you have given me, I have given them. ദൈവം യേശുക്രിസ്തുവിന്, പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് മഹത്വം കൊടുത്തിരിക്കുന്നു. Father has given the Son glory. ഇനി എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമുണ്ട്. There is one thing that made me think a lot. ദൈവം തന്നതായ മഹത്വം ദൈവം ശിഷ്യന്മാർക്ക് കൊടുത്തു. The glory that was given to the Son gave to the disciples. നീ എനിക്ക് തന്നിരിക്കുന്നതായ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. The glory that you have given me, I am giving them. നമ്മൾ ജീവിക്കുന്ന ലോകത്തില് മഹത്വം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാത്തതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We know that in a world that we live, people often do not like to share their honor or glory, അവരുടെ മഹത്വം മറ്റൊരാള് എല്ലാ മഹത്വവും എനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. The world is set with such attitude that all honor should belong only to me. നമ്മൾ കാണുന്ന ലോകത്തിലെ എവിടെ ചെന്നാലും സെന്റർ ഓഫ് അട്രാക്ഷൻ, ഗ്ലോറി ഞാനായിരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ്. We see that the world is the human psychology is set in such a way that they love to be the center of attraction and honor and attention. ആരോ അടുത്തിടയ്ക്ക് പറഞ്ഞു, ചത്ത വീട്ടിൽ ചെന്നാലും ശവപ്പെട്ടിക്കകത്ത് കിടക്കണമെന്ന് താല്പര്യമുള്ള പലരും. Such minds often long, somebody said recently, that even if they go to a funeral house, they would like to be the center of attraction, being in the coffin. അന്ന് ഏറ്റവും കൂടുതൽ എല്ലാരും ശ്രദ്ധിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ ശവപ്പെട്ടി കിടക്കുന്നയാളായിരിക്കണം. അതിനകത്ത് കിടക്കാനാണ് അവിടെ ചെന്നാലും താല്പര്യം. On a funeral day, the center of attraction is the dead individual, so the person wants to be in the coffin, being the center of attraction. മഹത്വം മറ്റാർക്കും കൊടുക്കാതെ തന്നെത്താൻ പിടിച്ചു വെക്കുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We often see that that's how the world is set. The honor, glory, everything only the individuals need and want. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. But here Jesus very clearly states, mentions that the glory that you gave me, I give to them. ഇനിയും ഇത് കൊടുത്തിരിക്കുന്നത് ഈ ശിഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ
സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. Why is this glory given? It is not to do something or anything. It is given with very specific purposes. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് തന്നെ. Verse 22b we can see, so that they may be one as we are one. ദൈവം തന്നിരിക്കുന്നതായ മഹത്വം യേശുക്രിസ്തു ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നത് അവർ ഒന്നായിരിക്കേണ്ടതിന് തന്നെയാണ്. Why is this glory given? So that they may be one. ഒരു ടീം വർക്ക്, നല്ല ടീം വർക്ക് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മള് നമ്മൾക്കുള്ള ഗ്ലോറി ഷെയർ ചെയ്യുന്നിടത്ത് മാത്രമേ ഒരു ടീം വർക്ക് നടക്കത്തുള്ളൂ. A good teamwork is possible only when glory is shared. ഞാൻ ഒരിക്കലും ഒരു വലിയ ഈ ലോകത്തിന്റെ നേതാക്കന്മാരെല്ലാവരും പൊസിഷനും ഗ്ലോറിക്കും വേണ്ടി നടക്കുകയാണ്. The worldly leaders, we can often see that they are after positions, power and glory. മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ശേഷം വെള്ളപ്പൊക്കം, എനിക്ക് ശേഷം പ്രളയം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. There is a saying in Malayalam which says, after me nothing but a flood. എന്റെ മുകളിൽ ആരും വരരുത്, ഞാൻ കാണിച്ചേക്കുന്ന മഹത്വത്തിന് മേളിൽ ആർക്കും വരാൻ പാടില്ല. Nobody should go over the glory that I have created. എന്നെക്കാളിൽ ഒരു പടി താഴെ ബാക്കി എല്ലാവരും നിൽക്കാവൂ എന്നാണ് മനുഷ്യന്റെ ചിന്ത. Human beings think that all others should stand a little lower than me. പക്ഷേ ഒരു ടീം വർക്ക് നടക്കുന്ന എവിടാണെന്ന് ചോദിച്ചാല് യേശു മഹത്വം ശിഷ്യന്മാർക്ക് കൊടുത്തു, അവർ നമുക്കിതെല്ലാം തന്നു. Why God has given all these things to us? നമ്മളെ ബിൽഡപ്പ് ചെയ്യുവാൻ വേണ്ടി, to build us up. ഇനിയും അവസാനം ഒരു കാര്യം കൂടെ ഈ 24-ാം അധ്യായത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ഒരു കാര്യവും കൂടെ, one more thing is mentioned in chapter 17 that God has given. നീ എനിക്ക് നൽകിയിരിക്കുന്ന 25-ാം വാക്യം, 26-ാം വാക്യം, പിതാവേ നീ എനിക്ക് തന്നിരിക്കുന്നതായ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. The final thing that you can see in this chapter is mentioned in verse 26 of chapter 17, that is the name. I made your name known to them and I will make it known, so that the love with which you have loved me may be in them and I in them. ദൈവം തന്നിരിക്കുന്ന നാമം എന്ന പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ടോട്ടൽ എക്സിസ്റ്റൻസ് ആണ്. When we analyze the Old Testament, we can see that the name denotes the total existence of a person. യേശുക്രിസ്തു പൂർണ്ണമായും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി. Jesus was given wholly, completely for others. നമ്മള് നാമമൊക്കെ ഒത്തിരി നമ്മള് എന്തുമാത്രം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു. We need to analyze, we need to consider how far do we give ourselves to others. ഇതിനകത്തെ പ്രായോഗികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. I want to tell some of the practical things here. ഒന്ന്, ദൈവം തന്നതായ അധികാരം, അത് പിതാവായ ദൈവം പുത്രന് കൊടുത്തതായ അധികാരം ഇവിടെ നമ്മൾ കാണുന്നു. First thing that we see is the authority that was given by Father to Son Jesus. അതിവിടെ കൊടുക്കുവാൻ, അത് പിതാവ് കൊടുത്തിരിക്കുന്നത് ജീവൻ കൊടുക്കുന്നതായ ഒരു അധികാരം. It is an authority that gives eternal life. ദൈവം കൊടുത്തിരിക്കുന്നതായ ശുശ്രൂഷകൾ, the works that God has given, the ministry that God has given. ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നതായ സഭയിലെ വിശ്വാസികൾ, the people who are given to the church. മാത്രമല്ല ആ സഭയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതായ വചനം, the word that is given to the church. ഇനിയും അതുപോലെ തന്നെ പിതാവായ ദൈവം പുത്രന് കൊടുത്തതായ മഹത്വം. Similarly, the glory that was given to the Son. ഇനിയും എല്ലാത്തിലുപരിയായി പിതാവായ ദൈവം കൊടുത്തതായ നാമം. Above all, the name that was given to the Son by Father. യേശുക്രിസ്തു തന്നെ പൂർണ്ണമായും സഭയ്ക്ക് വേണ്ടി കൊടുത്തു. Jesus gave completely, wholly for the church. എന്തിന്? നാം അന്യോന്യം സ്നേഹിക്കുവാൻ വേണ്ടി. Why is it given? That we may love each other.
യേശുക്രിസ്തു യോഹന്നാനിലെ സുവിശേഷത്തിൽ തന്നെ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. In the Gospel of John itself, we can see, I give you a new command. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. That you may love one another. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത് ഒരു പുതിയ കൽപ്പനയല്ല, പഴയ കൽപ്പനയാണ്. To love each other, one another is not a new command, it's an old command. പക്ഷെ അതിന് തുടർമാനമായി പറയുന്ന അടുത്ത കാര്യമാണ് പുതിയ കൽപ്പനയുടെ മാനദണ്ഡമായിരിക്കുന്നത്. The next thing that is told in continuation to the first one is the criteria. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. How should you love each other? Just as I have loved you. ഞാൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? When I say how I loved, when we say how I love, just as Jesus loved, we need to love one another. എങ്ങനെയാണ് യേശു സ്നേഹിച്ചത്? തന്നെ തന്നെ പൂർണ്ണമായും കൊടുത്തുകൊണ്ടാണ് യേശു സ്നേഹിക്കുവാനിടയായത്. How did Jesus love? He gave completely. He gave himself completely. സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തില് ഈ ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. May the name of God be glorified through our lives in a selfish world. ഞങ്ങളുടെയും പ്രാർത്ഥന ഇതാണ്, ഞങ്ങളിലൂടെ ദൈവമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം, ഞങ്ങളിലൂടെ ദൈവമേൽപ്പിച്ചിരിക്കുന്നതായ പ്രവൃത്തി അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. This is our prayer today, that the mission that God has entrusted upon us, may that be fulfilled. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങ് ആഴമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒത്തിരി ഇരുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതല്ല, പക്ഷെ എന്റെ മനസ്സിൽ ദൈവം തന്നതായ ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. I'm not telling you that I have prepared so deeply or in a very systematic way, but what God has entrusted me, a few thoughts from chapter 17 I shared with you. എനിക്കറിയാം ഇത് സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. I'm sure that this is for the church. ഇങ്ങനെ ഒരു സമയം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. I'm thankful to God for giving this kind of a time. Please continue to pray for us also. ഞങ്ങളുടെ എല്ലാം